കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയാണ് ഈ ദേശീയ മേള സംഘടിപ്പിക്കുന്നത്. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ മുഖേന സരസ് മേളയ്ക്കായി അനുവദിക്കുന്ന 85 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന 50 ലക്ഷം രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന തുകയും സ്പോൺസർഷിപ്പ് മുഖേന കണ്ടെത്തുന്ന തുകയും ഉപയോഗിച്ചാണ് കുടുംബശ്രീ ഈ മേളകൾ സംഘടിപ്പിക്കുന്നത്. അതായത് സഹകരണാത്മകതയുടെ അംശം ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും പരിചയപ്പെടുന്നതിനും ഈ മേളയിൽ അവസരമുണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ മേളയിലൂടെ ഇന്ത്യ ഒന്നാകെ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇതോടൊപ്പം കുടുംബശ്രീയുടെ പ്രധാന സംരംഭക മേഖലയായ കഫേ കേറ്ററിംഗ് രംഗത്ത് പ്രാവീണ്യം നേടിയ 120-ലേറെ വനിതാ ഷെഫുമാർ മാറ്റുരക്കുന്ന ഇന്ത്യ ഫുഡ് കോർട്ട് ഈ മേളയുടെ പ്രധാന ആകർഷണമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ തനത് രുചി വൈവിധ്യങ്ങളാണ് ഈ മേളയിൽ 30 സ്റ്റാളുകളിലായി അണിനിരക്കുന്നത്. കൂടാതെ കേരളീയ രുചി വൈവിധ്യങ്ങളും അട്ടപ്പാടി ഊരുകളിലെ വിഭവങ്ങളും കുടുംബശ്രീയുടെ ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പ് ഒരുക്കുന്ന വിഭവങ്ങളും സരസ് മേളയിൽ രുചി വൈവിധ്യങ്ങളുടെ ഭാഗമാകും. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത സംബന്ധിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ കേവലമൊരു വിപണന മേള എന്നതിനപ്പുറം സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഒരു ഇടപെടലായി കൂടി ഈ മേള മാറുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും അമർത്തലുകൾക്കും സാമ്പത്തിക സ്വയം പര്യാപ്തത ഇല്ലായ്മ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. സ്ത്രീപക്ഷ നവകേരളം എന്ന ആശയം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഈ പ്രതിബന്ധത്തെയും തരണം ചെയ്യേണ്ടതുണ്ട്. നിയമപരവും സാമൂഹികവുമായ സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് സ്ത്രീകളെ നയിക്കുകൂടി ചെയ്യുക എന്നത് പ്രധാനമാണ്. എങ്കിൽ മാത്രമേ നാം വിഭാവനം ചെയ്ത തരത്തിലുള്ള സ്ത്രീ പുരുഷ സമത്വം നാട്ടിൽ യാഥാർത്ഥ്യമാവുകയും അത് ഉറപ്പുവരുത്തുന്നതിനാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നതിനും വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്ന നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിക്കുന്നത്.